മണിപ്പൂരിൽ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷമുണ്ടായ 11 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ്. തിങ്കളാഴ്ചയാണ് വീണ്ടും വോട്ടെടുപ്പ് നടക്കുക. ബൽറാം നെടുങ്ങാടി നൽകും ഡൽഹിയിൽ നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ബൽറാം, വലിയ സംഘർഷമാണ് മണിപ്പൂരിൽ വോട്ടിങ്ങിനിടെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം. അപ്പോൾ റീപോളിംഗ് ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. ഇപ്പോൾ അതിൽ ഈ തീരുമാനമായി വിവരങ്ങൾ. പ്രജിൻ, മണിപ്പൂരിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ വൻതോതിൽ സംഘർഷമുണ്ടായിരുന്നു. ഈസ്റ്റ് ഇംഫാൽ അടക്കമുള്ള ഇടങ്ങളിൽ ബൂത്ത് പിടിച്ചെടുക്കലും ഒപ്പം തന്നെ വോട്ടിംഗ് ആരംഭിച്ച ഉടൻ തന്നെ അക്രമികൾ തോക്കുമായി എത്തി വെടിയുതിർക്കുന്നതുമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കൂടാതെ 3ഓളം പോളിംഗ് സ്റ്റേഷനുകളിൽ അക്രമികൾ എത്തി പോളിംഗ് സാമഗ്രികൾ നശിപ്പിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. മണിപ്പൂരിലെ തമൻപോക്വിയിലാണ് അക്രമികൾ വെടിയുതിർത്തത്. തുടർന്ന് പോലീസ് ആകാശത്തേക്ക് വെടിവെക്കേണ്ട സാഹചര്യമുണ്ടായി. വോട്ടർമാർക്ക് വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം നിരവധി ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതിനെതിരെ കോൺഗ്രസ് അടക്കമുള്ളവർ പരാതി ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അങ്ചോങ്ക ബിമോൾ അക്കോയിജം കോൺഗ്രസ് ബൂത്ത് ഏജന്റുമാരെ പുറത്താക്കിയെന്നും അട്ടിമറി നടത്തിയെന്നും പരാതി നൽകിയിരുന്നു. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കടുത്ത അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 11 പോളിംഗ് സ്റ്റേഷനുകളിൽ റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനമെടുത്തിരിക്കുന്നത്. തിങ്കളാഴ്ചയാകും ഈ റീപോളിംഗ് നടക്കുക. ബൽറാം, അവിടെ 2 ലോക്സഭാ മണ്ഡലങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ കേരളമടക്കം വോട്ടെടുപ്പ് നടക്കുന്ന 26-ാം തീയതി അവിടെ 13 ഇടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സുരക്ഷ ശക്തമാക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടല്ലോ. അതിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ കൂടുതലായി ഉണ്ടോ? പ്രജിൻ, നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മണിപ്പൂരിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്നു. മണിപ്പൂരിൽ നേരത്തെ വിന്യസിച്ചിരുന്ന അസം റൈഫിൾസിനെ മാറ്റി ബീഹാർ റെജിമെന്റാണ് ഇപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള ക്രമസമാധാന നില പാലിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ പോലീസുകാരെയും കേന്ദ്ര സേനാംഗങ്ങളെയും ഈ മണിപ്പൂരിൽ വിന്യസിച്ചിട്ടുണ്ട് വോട്ടെടുപ്പിൽ അക്രമങ്ങൾ ഒഴിവാക്കുന്നതിനായി. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടായ ശേഷവും വ്യാപകമായ അക്രമ സംഭവങ്ങൾ ഒന്നാം ഘട്ട വോട്ടെടുപ്പിനിടെ നടന്നിരുന്നു. ആയുധങ്ങളുമായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാകുന്ന ഘട്ടത്തിൽ തോക്കുകൾ അടക്കമുള്ള ആയുധങ്ങൾ സാധാരണ പോലീസ് സ്റ്റേഷനുകളിൽ സറണ്ടർ ചെയ്യേണ്ട സാഹചര്യമുണ്ട്. മണിപ്പൂരിൽ കഴിഞ്ഞ 2 മാസമായി വൻതോതിൽ ആയുധങ്ങൾ തെരച്ചിലിൽ സുരക്ഷാ സേന പിടിച്ചെടുത്തെങ്കിൽ പോലും വോട്ടെടുപ്പ് ദിവസം പോലും വെടിവെപ്പ് അടക്കമുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ 2ാം ഘട്ടത്തിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ കനത്ത സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ കേന്ദ്രസേനയെയും സംസ്ഥാനത്ത് അടുത്ത ഘട്ട വോട്ടെടുപ്പിനായി വിന്യസിക്കാനാണ് തീരുമാനം. ശരി, എന്തായാലും റീപോളിംഗ് ഉണ്ടാകും മണിപ്പൂരിൽ. ഇന്നലെ വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായ പോളിംഗ് ബൂത്തുകളിൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.